കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട രണ്ടുപേരുടെ രണ്ട് ആവശ്യങ്ങളുണ്ടായിരുന്നു, രണ്ട് സംശയങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന്, മാഷെ തീരെ വായനയില്ല, വായിച്ചു തുടങ്ങാനുള്ള ആഗ്രഹമുണ്ട്, എന്താണ് ചെയ്യേണ്ടത്? വായിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷെ വായിക്കാൻ ആഗ്രഹമുണ്ട്, എന്താണ് ഒന്ന്. രണ്ടാമത്തേത്, മറ്റൊരാളുടെ പലപ്പോഴും പല കാര്യങ്ങളും എക്സസൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എഴുതി തുടങ്ങേണ്ട കാര്യം അല്ലെങ്കിൽ വായിച്ചു തുടങ്ങാൻ തന്നെ ആഗ്രഹമുണ്ട്, നടക്കുന്നില്ല. പലപ്പോഴും അതൊക്കെ മാറ്റി വെക്കൽ അല്ലെങ്കിൽ നീട്ടി വെക്കൽ, പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയും, ആ ഒരു വിഷയം കൂടിയുണ്ട്. എങ്ങനെ ഭാഷ ഇത് പരിഹരിക്കാം എന്നുള്ളതാണ്. ഇതിന് രണ്ടിനും കൂടി ഒറ്റ ഉത്തരവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. നമസ്കാരം, വിനോജ് മാഷ് VC ടോക്സിന്റെ പുതിയ വർത്തമാനത്തിലേക്ക്, പുതിയ വിഷയത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക്, കുടുംബാംഗങ്ങൾക്ക്, പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വളരെ ചെറിയ വിഷയം 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞവസാനിപ്പിക്കാനാണ് വന്നിട്ടുള്ളത്. എന്തുകൊണ്ട് എങ്ങനെ പറഞ്ഞതല്ലേ? ഈ സിദ്ധാന്തത്തിന് ഞാൻ നൽകിയ പേര് 5 മിനിറ്റ് സിദ്ധാന്തം അല്ലെങ്കിൽ 5 മിനിറ്റ് തിയറി എന്നുള്ളതാണ്. ഡേവിഡ് അലന്റെ ഗെറ്റിംഗ് തിങ്സ് ഡൺ എന്ന് പറയുന്ന പുസ്തകവും ജെയിംസ് ക്ലിയറിന്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന പുസ്തകവും വായിച്ചതിലൂടെ കിട്ടിയ ഒരു അറിവിനെ ചേർത്ത് വെച്ചുകൊണ്ടാണ്, ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു 5 മിനിറ്റ് സിദ്ധാന്തത്തെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ 5 മിനിറ്റ് സിദ്ധാന്തം എന്ന് പറയുന്നത് വളരെ രസകരമാണ്, വളരെ ഗുണകരമാണ്, പ്രോഡക്റ്റീവാണ്, ഫലപ്രദമായ ഒന്നാണ്. ഇതിൻ്റെ 2 ഗുണങ്ങൾ എന്ന് പറയുന്നത്, എന്നോട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട 2 പേർ ചോദിച്ചിരുന്നു. ഒരാൾക്ക് വായന തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ വായിക്കാൻ ഇഷ്ടമല്ല. മറ്റൊരാൾക്ക് പലപ്പോഴും പല കാര്യങ്ങളും നീട്ടി വെക്കുന്ന സ്വഭാവമുണ്ട്, അതൊന്ന് പരിഹരിക്കണം. ഇത് രണ്ടിനും ചേർത്തിട്ടാണ് ഈ 5 മിനിറ്റ് സിദ്ധാന്തം. നമുക്കറിയാം, നമ്മൾക്കിടയിൽ, മനുഷ്യർക്കിടയിൽ 3 വിഭാഗത്തിൽപ്പെട്ട ആളുകളുള്ളത്. ഒന്ന്, നമുക്കറിയാം വളരെയധികം, ഇപ്പോൾ വായനയുടെ കാര്യത്തിലാണെങ്കിൽ അല്ലേ, ലോ ലെവലായിട്ടുള്ള ആളുകളുണ്ട്, തീരെ വായിക്കാത്ത ആളുകളുണ്ട്, ശരാശരി വായിക്കുന്ന ആളുകൾ. പഠനത്തിൻ്റെ കാര്യത്തിൽ, ലേണിങ്ങിൽ, കുട്ടികൾക്കിടയിലൊക്കെ ഇതുണ്ട് അല്ലേ. ശരാശരി, ആവറേജ് സ്റ്റുഡൻസ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ആവറേജ് ലേണേഴ്സ്, അല്ലെങ്കിൽ ആവറേജ് റീഡേഴ്സ് എന്നൊക്കെ പറയും. ചില ആളുകൾ എക്സലന്റ് റീഡേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, എക്സലന്റ് ലേണേഴ്സ് ആയിട്ടുള്ള, മിടുക്കരായിട്ടുള്ള പഠിക്കുന്ന ആളുകളും പഠിക്കുന്ന കുട്ടികളും വായിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഈ 3 വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വേണ്ടിയിട്ടാണ് ഈ 5 മിനിറ്റ് സിദ്ധാന്തം. ഇതെന്താന്നുള്ളതല്ലേ? ഇപ്പൊ ലോ ലെവൽ, താഴെ നിൽക്കുന്ന ആളുകൾക്കാണെങ്കിൽ തീരെ വായിക്കാൻ ഇഷ്ടമല്ല, ഒരിക്കലും വായിക്കാറില്ല. ഇവര് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? 5 മിനിറ്റ് ഓരോ ദിവസവും നമുക്ക് പറ്റിയിട്ടുള്ള ഒരു 5 മിനിറ്റ്, ഒന്നുകിൽ കാലത്ത് അല്ലെങ്കിൽ വൈകിട്ട്, നമ്മൾ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് വായിക്കുക. ഒരുപാട് സമയം വായിക്കരുതേ, 5 മിനിറ്റ് മാത്രം. അങ്ങനെ അടുത്ത ദിവസവും ഇതേ സമയം തന്നെ ആ പുസ്തകം 5 മിനിറ്റ്, അടുത്ത പേജ് അല്ലെ, എത്ര പേജ് വേണമെങ്കിൽ എത്താം, നമ്മൾ 5 മിനിറ്റ് വായിക്കുക എന്നുള്ളതാണ്. ഇതൊരു 21 ദിവസം നമ്മൾ ആവർത്തിക്കുക. 21 ദിവസം കൺസിസ്റ്റന്റ് ആയി, സ്ഥിരമായി, അതേ ഇടത്തിൽ വെച്ചുകൊണ്ട് നമ്മളത് വായിക്കുന്നത് പ്രാക്ടീസ് ചെയ്താൽ, പരിശീലിച്ചാൽ, നമ്മളറിയാതെ ഇത് നമ്മളുടെ ഒരു ശീലമായി, ഹാബിറ്റായി നമ്മളുടെ ഉപബോധ മനസ്സിലേക്ക് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇത് പ്രവേശിക്കുകയും വായന പതിയെ പതിയെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുകയും നമുക്ക് വായിക്കാൻ ഇഷ്ടമാവുകയും ചെയ്യുമെന്നുള്ളതാണ് ഒന്നാമത്തെ ലോ ലെവൽ റീഡേഴ്സിനുള്ളത്. 5 മിനിറ്റിൽ തുടങ്ങുക എന്നുള്ളതാണ്, 21 ദിവസം ആവർത്തിക്കുക എന്നുള്ളതാണ്. ഇനി ആവറേജുകാരിലേക്ക് വരാം. അവർ ചിലപ്പോൾ അരമണിക്കൂർ വായിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ 35 മിനിറ്റ് വായിക്കുന്ന ആളുകൾ, 40 മിനിറ്റ്, അങ്ങനെ ശരാശരിയിൽ പോകുന്ന ആളുകളുണ്ടാവും. ഇവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താ അറിയോ? അതൊരു 5 മിനിറ്റും കൂടി കൂട്ടുക. അരമണിക്കൂറാണ്. നോക്കൂ, ലോ ലെവലായിട്ടുള്ള ആളുകൾ 5 മിനിറ്റ് വായിക്കാൻ തുടങ്ങിയാൽ സ്വാഭാവികമായും പിന്നെ ഈ ലെവലിലേക്ക് കയറും. അപ്പോൾ ഈ ലെവലിലേക്ക് കയറുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 5 മിനിറ്റ് ആഡ് ഓൺ ചെയ്യാം. അരമണിക്കൂർ വായിക്കുന്ന ആളാണെങ്കിൽ അത് 35 മിനിറ്റ് ആക്കാം. 40 മിനിറ്റ് വായിക്കുന്ന ആളാണെങ്കിൽ നമുക്കത് 45 മിനിറ്റ് ആക്കാം. ഇങ്ങനെ നമ്മുടെ 5 മിനിറ്റ് വർദ്ധിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യുക 21 ദിവസം. സ്വാഭാവികമായും നമ്മൾ ആവറേജിൽ നിന്ന് ഏതിലേക്ക് കിടക്കും? ഹയർ ലെവലിലേക്ക് അല്ലെങ്കിൽ എക്സലന്റ് കാറ്റഗറിയിലേക്ക് കിടക്കും. ഈ മൂന്നാമത്തെ വിഭാഗക്കാർ കുറേ സമയം വായിക്കുന്നവരാണ്. അപ്പോൾ ഇവരെന്താണ് ചെയ്യേണ്ടത്? ആ വായനയെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഇവർ ചെയ്യേണ്ടത്, 5 മണിക്കൂർ വായിക്കുന്ന ഒരാളാണ്, 3 മണിക്കൂർ വായിക്കുന്ന ഒരാളാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ, ഓരോ അരമണിക്കൂറിനിടയിലും ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. നോക്കൂ, ആദ്യത്തെ 5 മിനിറ്റ് തുടങ്ങാൻ വേണ്ടി, പിന്നത്തെ 5 മിനിറ്റ് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി, ഈ 5 മിനിറ്റ് സിദ്ധാന്തത്തിലെ അവസാനത്തെ 5 മിനിറ്റ് നമ്മൾ സമയത്തിനിടയിൽ ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ പോമോഡോറോ മെത്തേഡ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. പഠനത്തിൻ്റെ കാര്യത്തിലും വായനയുടെ കാര്യത്തിലും ഒക്കെ ഇത് ഫിൻലാൻഡ് പോലെയുള്ള ഇടത്തിലൊക്കെ, ഫിൻലാൻഡ് പോലെയുള്ള രാജ്യത്തൊക്കെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉപയോഗിക്കുന്ന മെത്തേഡ് കൂടിയാണ് പോമോഡോറോ മെത്തേഡ്. 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അപ്പോൾ കൂടുതൽ വായിക്കുന്ന ആളുകൾക്ക് അവരുടെ ലേണിംഗ് കപ്പാസിറ്റി എൻഹാൻസ് ചെയ്യാൻ ഈ 5 മിനിറ്റ് ബ്രേക്ക് ഉപകരിക്കും എന്നുള്ളതാണ്.
നോക്കൂ, ഇവിടെ 5 മിനിറ്റ് എന്ന് പറയുന്നത് ശരാശരിക്കാരായിട്ടുള്ള ആളുകൾക്കും ശരാശരിക്ക് താഴെ നിൽക്കുന്ന ആളുകൾക്കും ശരാശരിക്കും മുകളിൽ നിൽക്കുന്ന ആളുകൾക്കും വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ 5 മിനിറ്റ് സിദ്ധാന്തം. ഇങ്ങനെയുള്ള ചെറിയ നുറുങ്ങുകളുമായി നമുക്ക് VC ടോക്സിലൂടെ വീണ്ടും വീണ്ടും കാണാം. പ്രിയപ്പെട്ടവരെ, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഗുണകരമാണെങ്കിൽ പ്രിയപ്പെട്ടവരുടെ കൂട്ടുകാർക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ആഡ് ഓൺ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അതും ഇതിൽ കമൻ്റായി രേഖപ്പെടുത്തുവാൻ പ്രിയപ്പെട്ടവരോട് പറയുന്നു. മറ്റൊരു വിഷയവുമായി മറ്റൊരു വാർത്തയുമായി നമുക്ക് VC ടോക്സിലൂടെ വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.